ലൈംഗികാതിക്രമ കേസിൽ പ്രജ്വൽ രേവണ്ണയെ 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ജൂൺ 6 വരെയാണ് കസ്റ്റഡി കാലാവധി. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, പ്രജ്വൽ രേവണ്ണയുടെ ജാമ്യാപേക്ഷയിൽ ഇരു ഭാഗങ്ങളുടെയും വാദം കോടതി കേട്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ഒരു വാദം എന്നുള്ളത് പ്രജ്വൽ രേവണ്ണ ഇതിനകം തന്നെ പല തെളിവുകളും ഈ കേസിലെ നിർണായകമായിട്ടുള്ള തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നത് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഈ നിർണായകമായിട്ടുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെ നശിപ്പിച്ചു എന്ന കാര്യം കോടതിയെ വാദമായി കോടതിയിൽ ഉയർത്തി. അതോടൊപ്പം തന്നെ ഇനിയും ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വിട്ടാൽ മാത്രമേ അന്വേഷണത്തിൽ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കൂ എന്ന കാര്യം, ഇല്ലെങ്കിൽ അന്വേഷണം പ്രതിസന്ധിയിലാകും എന്നത് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ഇത് അംഗീകരിച്ചാണ് ഇപ്പോൾ പ്രത്യേക കോടതി, അതായത് ഈ ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ അനുവദിച്ചിരിക്കുന്നത്. 6 ദിവസത്തേക്കാണ്, ജൂൺ 6 വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോടതി ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പിന്നീട് വിശദമായ വാദം അതായത് പ്രോസിക്യൂഷൻ അതോടൊപ്പം ഈ പ്രതിഭാഗത്തിന്റെയും വാദം കോടതി കേട്ടു. പ്രതിഭാഗം ഇതിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ, അതായത് 14 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ SIT ആവശ്യപ്പെട്ടിരുന്നു. ഈ 14 ദിവസം നൽകരുത് എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു. പിന്നീട് പ്രജ്വൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം ഇതിൽ പറഞ്ഞു. അത് ഡോക്ടർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. എന്നാൽ അത് കോടതി അംഗീകരിച്ചില്ല. ഈ കേസിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ഇതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. നിലവിൽ തന്നെ നിർണായകമായിട്ടുള്ള തെളിവുകൾ നശിപ്പിച്ചു. അതുകൊണ്ട് കസ്റ്റഡിയിൽ വിടണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ 6 ദിവസത്തേക്ക് ജൂൺ 6 വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ പ്രജ്വൽ രേവണ്ണയെ വിട്ടിരിക്കുന്നു. ആ കോടതി ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. ശരി, അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.